പഴയൊരു പൊളിഞ്ഞ ലയം കാണാവേ. എന്നാലും കെട്ടൊക്കെ നല്ല കെട്ടാട്ടോ, നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കെട്ടാണ്. ഇവിടെ എല്ലാം ഒരു ലയത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തേയിലത്തോട്ടങ്ങൾ, മലയുടെ അടിവാരത്തായിട്ട് കുറേ ലയങ്ങൾ നമുക്ക് കാണാവേ. ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് 1-2 കല്ലറകൾ കാണാവേ. ഈ വാഗമൺ ഭാഗത്തൊക്കെ നമുക്ക് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ കല്ലറകൾ റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ ഇതേ കാണുന്നതെല്ലാം കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ്. പൂഞ്ഞാർ, വടക്കേക്കര എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളായി കാണുന്നതെല്ലാം. ഇതുകൊണ്ട് നോക്കിയാൽ മലയുടെ ഒരു ഷേപ്പ് നോക്കിക്കേ. ഹായ്, ടിജോയാണ്. നമ്മളിന്ന് 2 പഞ്ചായത്തുകൾ അതിർത്തിയിലാണ് നിൽക്കുന്നത്. അർക്കുളം പഞ്ചായത്തിൻ്റെയും ഏലപ്പാറ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലായ അന്ത്യംപാറയുടെ തൊട്ടുപേളിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് പുള്ളിക്കാനത്തേക്കാണ്. ഈ 2 പഞ്ചായത്ത് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് പുള്ളിക്കാനം. അതുകൂടാതെ 2 ജില്ലകൾ സംഗമിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് പുള്ളിക്കാനം. അപ്പോൾ അവിടുത്തെ ഗ്രാമക്കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇൻട്രോ എടുത്ത സ്ഥലത്ത് നിന്ന് കയറി പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴി കണ്ട ഒരു മനോഹരമായൊരു കാഴ്ചയാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇനി പുള്ളിക്കാനത്തേക്ക് പോകാവേ. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോഴേക്കും നമുക്കിത് തൊട്ട് ഓപ്പോസിറ്റുള്ള മല മേമുട്ടം മലയാണ്. ഒരുപാട് മുട്ടക്കുന്നുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കിടിലൻ വ്യൂ പോയിൻ്റാണ്. പാറയൊക്കെ ചെത്തി ഉണ്ടാക്കിയ റോഡാണിത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത് കേട്ടോ. അപ്പം നമുക്ക് എടാടിൻ്റെയും അന്ത്യംപാറയുടെ ഒക്കെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ വന്നാൽ ആസ്വദിക്കാൻ സാധിക്കേ. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ DC കോളേജിലെത്തിയേ. DC കോളേജ് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള കോളേജാണ്. ഒരുപാട് സ്റ്റുഡൻസൊക്കെ പഠിച്ചു പോയിട്ടുള്ള ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ നല്ലൊരു കോളേജാണിത്. റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ടാണ് കോളേജ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒരു മനോഹരമായൊരു കാഴ്ചയാണ് ഈ കോളേജിൻ്റെ ആ കവാടവും അതുപോലെ ആ കെട്ടിടങ്ങളും അതുപോലെ ഇരു സൈഡിലൊക്കെ മരങ്ങളൊക്കെ ചുറ്റിപ്പിടിക്കുന്ന കാഴ്ചയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ റോഡിൻ്റെ മുകളിൽ കൂടെ ഒരു പാസേജൊക്കെ നമുക്ക് കാണാം. ഇത് പുള്ളിക്കാനത്തെ സെൻറ്റ് ജോർജ് CSI ചർച്ചാണ്. വാഗമൺ കാഞ്ഞാർ റൂട്ട്. ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കുന്ന തിരക്കിലാണ്. ഇത് പുള്ളിക്കാനത്തെ പോസ്റ്റ് ഓഫീസാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ, പഴയ രീതിയിലുള്ളൊരു പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അതേ നമ്മൾ പുള്ളിക്കാനം ഇടുക്കുപാറയിലെത്തിയിരിക്കുകയാണ്. ഈ പാറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 2 ജില്ലയും 3 പഞ്ചായത്തും 3 വില്ലേജും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. 2 ജില്ല ഇവിടെ സംഗമിക്കുന്നുണ്ട്, നമ്മുടെ കോട്ടയം ജില്ലയും ഇടുക്കി ജില്ലയും. അതായത് ഈ ഭാഗം മൊത്തം കോട്ടയം ജില്ലയിലെ ഭാഗങ്ങളാണ്. തലനാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ പെടുന്ന ഭാഗമാണ്. ഇത് അറക്കുളം പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏലപ്പാറ പഞ്ചായത്ത്. അതായത് 3 പഞ്ചായത്ത്, 2 ജില്ല, 3 വില്ലേജ് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കുപാറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴിക്ക് പോയാൽ നമുക്ക് കാഞ്ഞാറ് വഴി തൊടുപുഴയ്ക്കൊക്കെ പോകാം. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ വാഗമൺ ഏലപ്പാറ വഴി നമുക്ക് കട്ടപ്പനയോ അല്ലെങ്കിൽ കുമ്പളിയൊക്കെ പോകാൻ സാധിക്കും. അപ്പോൾ അപ്പുറത്തെ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കയറി വന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ മൂലമറ്റമൊക്കെ പോകാം, നമ്മുടെ എടാട് എലപ്പള്ളിയൊക്കെ കൂടി. അപ്പം എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കുപാറ എന്ന് പറയുന്നത്. നമുക്ക് ഇടുക്കുപാറയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ. അപ്പോൾ ഇവിടെ എല്ലാം ധാരാളം തേയിലത്തോട്ടങ്ങൾ കാണാവേ. ഒരുപാട് എസ്റ്റേറ്റ് ലയങ്ങളും അതുപോലെ എസ്റ്റേറ്റൊക്കെ നമുക്ക് കാണാം. കൂടുതൽ ഇവിടെ തേയിലയാണ്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ തേയിലയൊക്കെ നന്നായിട്ട് വളരും. 200 വർഷങ്ങൾക്ക് അപ്പുറം മുതൽ ഇവിടെ ജനവാസം ഉള്ളതാണ്. അന്ന് തൊട്ട് ഇവിടെ എന്നാ പറയുക, തേയില കൃഷിയും മറ്റൊക്കെ ഉണ്ടായതാണ്. ഇവിടെ തേയിലയും ഏലമൊക്കെയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. കാഞ്ഞാറിൽ നിന്ന് വഴി വെട്ടി വാഗമണിലോട്ടുള്ള വഴി വെട്ടി കയറി വന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇത് ഈ സ്ഥലത്തിനാണ് ഇടുക്കുപാറ എന്ന് പറയുന്നത്. ഇത് വലിയ പാറയായിരുന്നു. ഈ പാറ നന്നായിട്ട് കട്ട് ചെയ്ത് റോഡുണ്ടാക്കിയ ശേഷമാണ് ഈ സ്ഥലത്തിന് ഇടുക്കുപാറ എന്ന് പേര് വരാൻ കാരണം. ഇത് ഇടുക്കി ജില്ലയുടെ ഭാഗവും ഇതിൻ്റെ അപ്പുറത്തേക്ക് കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളുമാണ്. അപ്പോൾ എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ഇടുക്കുപാറ, പുള്ളിക്കാനത്തെ ഇടുക്കുപാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ വീടുകൾ കാണാം. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളും കെട്ടിടങ്ങളൊക്കെ കാണാവേ. എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ എല്ലാം നമുക്ക് തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴേക്കും നമുക്കിവിടെ കുറേ ലയങ്ങൾ കാണാവേ. നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ MP-യുമായ സഹാവ് K. രാധാകൃഷ്ണൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഈ പുള്ളിക്കാനത്തെ എസ്റ്റേറ്റ് ലയങ്ങൾ. അദ്ദേഹത്തിൻ്റെ ബാല്യവും അതുപോലെ സ്കൂൾ കാലഘട്ടമൊക്കെ ഇവിടെയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ലയത്തിൽ. ഇവിടെ നമുക്കൊരു ബോഗൺവില്ല കാണാവേ. ചേർന്നൊരു കെട്ടിടം കാണാം കേട്ടോ, പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം. ഇത് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതേ ഇവിടെ നമുക്ക് പഴയൊരു പൊളിഞ്ഞ ലയം കാണാവേ. എന്നാലും കെട്ടൊക്കെ നല്ല കെട്ടാട്ടോ, നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കെട്ടാണ്. ഇവിടെ എല്ലാം ഒരു ലയത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തേയിലത്തോട്ടങ്ങൾ, മലയുടെ അടിവാരത്തായിട്ട് കുറേ ലയങ്ങൾ നമുക്ക് കാണാവേ. ഏലപ്പാറ പഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ്. ഇത് സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഒരു കുരിശുമുടിയാണ്. തൊട്ടിപ്പുറത്ത് പള്ളിയുണ്ട്.
ഇത് സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച് പുള്ളിക്കാനം. നല്ല ഭംഗിയുള്ള ഒരു പള്ളി. അപ്പോൾ അതേ നമ്മൾ പുള്ളിക്കാനത്തെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ്. 100-200 വർഷം പഴക്കമുള്ള തേയിലത്തോട്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇതല്ല, പക്ഷേ ഇതിന് മുമ്പ് 200 വർഷം മുമ്പ് ഇവിടെ തേയിലക്കൃഷി ആരംഭിച്ചതാണ്. പല പല ആൾക്കാരാണ് ഈ തേയിലക്കൃഷിയൊക്കെ ചെയ്തത്. ഇപ്പം പിന്നെ ശ്രീ വശുപര ടീ എസ്റ്റേറ്റുകാരാണ് ഇപ്പോൾ ഇവിടുത്തെ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. പണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരൊക്കെയാണ് ആദ്യകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഫാക്ടറി ഇതേ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടുക്കിയിലെ പഴയകാല എസ്റ്റേറ്റുകളൊന്നാണ് അവിടെ പുള്ളിക്കാനത്തെ എസ്റ്റേറ്റ് കേട്ടോ. അതിൻ്റെ ഫാക്ടറി ഈ ഭാഗത്താണ്. അതുപോലെ ഓഫീസ് ക്വാർട്ടേഴ്സൊക്കെ, സ്റ്റാഫ് ക്വാർട്ടേഴ്സൊക്കെ ഈ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ വലിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, ആർച്ച് സ്ഥാപിച്ചിട്ടുണ്ട്, പുള്ളിക്കാനം എസ്റ്റേറ്റ്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണിത്. ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ടീ ഒക്കെ മേടിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു പുള്ളിക്കാനം എസ്റ്റേറ്റിലെ ഫാക്ടറി. ഇത് ഈ കാണുന്നതാണ് പുള്ളിക്കാനം എസ്റ്റേറ്റിലെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് പുള്ളിക്കാനം എസ്റ്റേറ്റിൽ തന്നെ. ഇതാണ് പുള്ളിക്കാനത്തെ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇത് ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് കാണുന്ന ഒരു ലയമാണ്. ഇത് കാണുന്നതെല്ലാം കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ്. പൂഞ്ഞാറ്, വടക്കേക്കര എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങളായി കാണുന്നതെല്ലാം. ഇതുകൊണ്ട് നോക്കിയാൽ മലയുടെ ഒരു ഷേപ്പ് നോക്കിക്കേ, നല്ല അടിപൊളി വ്യൂ ആണ്. കുറച്ചും കൂടെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാം. നല്ല സൂപ്പർ സ്ഥലമാണിത്. നല്ല തേയിലത്തോട്ടങ്ങളാൽ സമ്പുഷ്ടമായ നമ്മുടെ പുള്ളിക്കാനത്തെ കാഴ്ചകൾ. നമ്മൾ പുള്ളിക്കാനത്ത് നിന്ന് വാഗമണ് പോകുന്ന വഴിക്ക് ഒരുപാട് ലയങ്ങൾ കാണാവേ. ലയങ്ങൾ മാത്രമല്ല, ചെറുതും വലുതുമായ വീടുകളും കടകളും എല്ലാം കാണാവേ. അതുപോലെ ഈയിടയ്ക്ക് റീൽസിലൂടെയൊക്കെ പ്രശസ്തമായ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഒരു RC പള്ളിയാണ്. നമുക്ക് ആ പള്ളിയും കൂടെ ഒന്ന് കാണാം. കാഞ്ഞിരപ്പള്ളി 20 കീഴിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വളരെ മനോഹരമായ ഒരു ക്രിസ്ത്യൻ ദേവാലയമാണിത്. ഇടക്കാലത്താന്ന് തോന്നുന്നു ഈ പള്ളി ഈ രീതിയിലൊക്കെ പണി കഴിപ്പിച്ചത്. ഒരുപാട് ഡ്രോൺ ഷോട്ടുകളോടെ ഈ പള്ളി പ്രശസ്തമാണ്. അപ്പോൾ ഈ പുള്ളിക്കാനം പള്ളിയുടെ നേരെ അടുത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സെൻറ് തോമസ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാഗമണിലോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ലയങ്ങൾ കാണാം. ഇവിടെ കൂടുതലും അന്യസംസ്ഥാന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറയുന്നവരാണ് ഇത് കൂടുതൽ താമസിക്കുന്നത്. മലയാളികൾ വളരെ കുറവാണ്. ഒരുപാട് സിനിമകളിലൂടെ 5-ാം പാതിര തുടങ്ങി ഒരുപാട് സിനിമകളുടെ ശ്രദ്ധേയമായ പുള്ളിക്കാനത്തെ ഒരു വീടാണിത്. ഇവിടെ 5-ാം പാതിര അല്ലാതെ ഷൂട്ട് ചെയ്ത മറ്റു ചിത്രങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ഒഴുകുന്ന ചെറിയൊരു തോട്. പഴമയുടെ ഓർമ്മയിൽ ചെറിയൊരു കെട്ടിടം കാണാതെ മുഴുവൻ ഇലക്ഷൻ്റെ ബോർഡൊക്കെ ഒട്ടിച്ച് ചേക്കുവാണ്, പോസ്റ്ററൊക്കെ. ഇത് പുള്ളിക്കാനത്തെ തടാകമാണ്. തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു തടാകം. ഇവിടെ അടുത്തായിട്ട് നമുക്ക് റിസോർട്ടുകൾ കാണാവേ. ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് 1-2 കല്ലറകൾ കാണാവേ. ഈ വാഗമൺ ഭാഗത്തൊക്കെ നമുക്ക് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ കല്ലറകൾ റോഡ് സൈഡിൽ തന്നെ. പുള്ളിക്കാനം ഇവിടെ കൊണ്ട് തീരുവാണ് നമ്മുടെ വീഡിയോ. ഇനി അങ്ങോട്ട് വാഗമൺ പ്രദേശങ്ങളാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.